من اشترى سرقة وهو يعلم أنه سرقة فقد اشترك في إثمها وعارها. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇസ്തറാ സരിഖത്തൻ, ഒരാളൊരു മോഷണ മുതൽ വാങ്ങിയ, വഹുവ യഅലമു അന്നഹാ സരിഖ, ഇത് മോഷ്ടിച്ചു കൊണ്ടുവരുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ടൊരു മോഷണ മുതൽ ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ ഫഖദ് ഇസ്തറക ഫി ആരിഹാ വ ഇസ്മിഹാ, ആ മോഷണത്തിന്റെ കുറ്റത്തിലും അതിൻ്റെ നാണംകേടിലും അവർ രണ്ടുപേരും തുല്യരാണ്. പൊതുവെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട, കച്ചവടക്കാർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഒരാൾ മോഷ്ടിച്ചു കൊണ്ടുവരുന്ന സാധനം നമ്മൾ വാങ്ങരുത്. മോഷ്ടിച്ചതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ വാങ്ങരുത്. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ മോഷ്ടിച്ച ആൾക്കും കുറ്റം ഉണ്ടാവും, അത് വാങ്ങിയ ആൾക്ക്, വില കൊടുത്ത് വാങ്ങിയ ആൾക്കും അതേ കുറ്റം ഉണ്ടാകും, അതേ നാണംകേടുണ്ട്. ഇവനും കള്ളനാണ്, അവനും കള്ളനാണ്. രണ്ടുപേർക്ക് മോഷ്ടിച്ചതിൻ്റെ കുറ്റം പടച്ചവനോട് ഉണ്ടാവുകയും ചെയ്യും, അറിഞ്ഞുകൊണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ. ഒരു സാധനം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ വിൽക്കപ്പെടുന്ന വസ്തുവിന് 6 നിബന്ധനകളുണ്ട്. 6 ഷർത്തൊത്ത സാധനം മാത്രമേ വിൽക്കാനും പാടുള്ളൂ, വാങ്ങാനും പാടുള്ളൂ. ശുദ്ധിയുള്ള സാധനമായിരിക്കണം, കണ്ടതായിരിക്കും, കാണാത്തൊരു മുതൽ വാങ്ങരുത്, വിൽക്കുകയും ചെയ്യരുത്. ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതായിരിക്കണം, ഏറ്റെടുക്കാൻ കഴിയുന്നതായിരിക്കണം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഷർത്താണ് ഉടമാവകാശം ഉണ്ടായിരിക്കണം. വിൽക്കുന്നയാൾക്ക് ഉടമാവകാശമില്ലാത്തൊരു സാധനം വിറ്റാൽ വിൽപ്പന ശരിയാവില്ല. മോഷ്ടിച്ച മുതലിന് മോഷ്ടിച്ച ആൾക്ക് ഉടമാവകാശമില്ല, അത് വേറൊരാളുടേതാണ്. അതുകൊണ്ട് തന്നെ വിൽക്കാൻ അയാൾക്ക് അധികാരമില്ല. അയാൾ വിറ്റാൽ അത് വാങ്ങാൻ വാങ്ങിയ ആൾക്കും അധികാരമില്ല. അതുകൊണ്ട് ഉടമാവകാശമില്ലാത്ത മുതൽ വാങ്ങിയെന്ന നിലയ്ക്ക് ആ കച്ചവടം ശരിയല്ല, വാങ്ങിയവനും കുറ്റക്കാരനാണ്, അവൻ ഒരു കള്ളൻ എന്ന പേര് അവനുണ്ടായിത്തീരുകയും ചെയ്യും. സാധാരണയിൽ കച്ചവടക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സ്വർണ്ണക്കടയിലൊക്കെ മോഷ്ടിച്ച സ്വർണം വിൽക്കാൻ വേണ്ടി വന്നാൽ എന്തെങ്കിലുമൊക്കെ വില കൊടുത്താൽ മതി, മറ്റേ മുതലിന് കൊടുക്കേണ്ട വില കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ ഈ മലഞ്ചരക്ക് സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് വരുന്ന ആളുകളുണ്ടാവും. വാങ്ങുന്ന കടക്കാരനറിയാം ഇത് മോഷ്ടിച്ചുകൊണ്ട് വരുന്നതാണ്, അപ്പോൾ വില കുറച്ചു കൊടുത്താൽ മതി എന്നൊരു ലാഭത്തിന്റെ പേരിൽ ഇങ്ങനെ വാങ്ങാൻ വേണ്ടി തയ്യാറാവുന്ന കച്ചവടക്കാരുണ്ടാവും. അത് പ്രശ്നമാണ്, അതൊരു മോഷണമാണ്. മോഷ്ടാവായി കണക്കാക്കുമ്പോഴും ഇതേ കുറ്റത്തിൽ അവൻ